ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒന്നാണ് ചാനൽ തുടങ്ങാമെന്നുള്ളത്. ഇപ്പോഴാണ് അതിനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ വ്ളോഗ്സ് ആയിക്കോട്ടെ, ഫാഷൻ, കുക്കിംഗ് റിലേറ്റഡ് എല്ലാ ആയിട്ടുള്ള നീഷസും നിങ്ങളുടെ മുമ്പിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം അറിയിക്കാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഉള്ള ഫേസ് വാഷ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. ഫേസിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണ്ടത് മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലക്മേയുടെ സ്കിൻ പെർഫെക്റ്റ് കളക്ഷൻ പീച്ച് മിൽക്ക് എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഞാൻ കയ്യിൽ ഇതേപോലെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓരോ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇനി നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇലോ യുവിയുടെ സൺ പ്രൊട്ടക്ഷൻ ജെല്ലാണ് കേട്ടോ. ഇത് SPF 50 PA 3+ ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീനാണ്. ഇത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല സൺസ്ക്രീനാണ്. ഞാനിത് ഇതേപോലെ കയ്യിലെടുത്തിട്ടുണ്ട്. സൺസ്ക്രീൻ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല, പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആവുന്ന ഒന്ന് തന്നെയാണ്. എനിക്ക് പ്രൊഡക്റ്റായിട്ട് ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ മേക്കപ്പ് പറയാനായിട്ട് നമ്മളെപ്പോഴും സിമ്പിൾ മേക്കപ്പ് ലുക്കാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസൊക്കെ ജസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നു. ഞാൻ ഇവിടെ എടുക്കുന്ന ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലറാണ് കേട്ടോ. കുറച്ച് മാത്രം കൈകൊണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പഞ്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷമുള്ളത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് ക്യാമറ എത്ര തിരിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഐലൈനർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്യാമറയിൽ നോക്കിയിട്ട് ഐലൈനർ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അല്ലാണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വരുന്നത് കേട്ടോ. എനിക്ക് എത്രത്തോളം തിരിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് വിങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐലൈനർ ലുക്ക്. ദെൻ ഈ ഒരു മുഖത്തുള്ള ഓയിൽനെസ് ചെറിയ ഫീലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡർ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് യാഡ്ലിയുടെ ഒരു ചെറിയൊരു പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ചായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കൊടുക്കുക. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സ്റ്റെപ്പ് ഒരിക്കലും മിസ്സാക്കാൻ പറ്റും. നമ്മുടെ ലിപ്പിൻ്റെ സ്റ്റേജിലോട്ട് പോകാം. അതിന് തന്നെ ഒരു ലിപ് ബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മറന്നു പോയതാണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് കുറച്ച് നേരം ചുണ്ടിലതിരിക്കും. ലിപ്സ്റ്റിക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിങ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്ലാസിക് കെയറിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇങ്ങനെയാണ് അത് വരിക. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ലിപ് ബാം ഇട്ട ഉടനെ തന്നെ എന്ത് ചെയ്യരുത്, ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യരുത്. നമ്മളത് പിന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി പോകും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു പോകും. ഓക്കെ, ദെൻ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ലിപ്പ് ലൈനറാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന ലിപ്പ് ലൈനർ മാഴ്സിൻ്റെ എഡ്ജ് ഓഫ് ഡിസൈർ എന്ന് പറയുന്ന ലിപ്പ് ലൈനർ. ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ലിപ്പ് ലൈനർ ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം തിരിയുന്നുണ്ടെന്ന് അറിയില്ല.
അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഞാനിവിടെ എടുക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർസ്റ്റേ വെയ്റ്റ്ലെസ് ലിക്വിഡ് മാറ്റ്. ഈ ഒരു സംഭവമാണ്. കുറച്ച് മാത്രമേ ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാറുള്ളൂ. സോ കുറച്ച് മാത്രം ഇടാം. ഇതാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. കുറച്ച് ഓർണമെൻറ്റ്സും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഞാനത് ഈ ഒരു ചെയിനാണ് കേട്ടോ ഇടാൻ വേണ്ടി പോകുന്നത്. കുഞ്ഞൊരു ചെയിൻ നമുക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു കുഞ്ഞൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു ചെയിനാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇയറിങ് കൊടുക്കാം. ഞാനിവിടെ ഒരു ജുംക്കയാണ് ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ജുംക്കയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ആക്കി കൊടുക്കുന്നത്. ഒരു കുഞ്ഞ് ഒരെണ്ണമാണ്. സോ നമുക്കത് ഇടാം. ഇതാണ് നമ്മുടെ ജുംക്ക ഇട്ടിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാണാം.